ഹായ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പൈത്തണും അതേപോലെ തന്നെ MySQL എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ആണ്. സോ നമുക്ക് ആദ്യമായി തന്നെ നമ്മുടെ വിൻഡോസ് കീ അമർത്തിയതിന് ശേഷം CMD എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. കണ്ട കമാൻഡ് പ്രോംപ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് അത് എടുക്കുക. അഥവാ അങ്ങനെ കിട്ടിയില്ലെങ്കിൽ Windows+R അമർത്തിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ബോക്സ് കാണാം. ശേഷം നമുക്ക് CMD എന്ന് ടൈപ്പ് ചെയ്യാം. നമുക്ക് ഓക്കെ CMD ഓക്കെ കൊടുത്തു. ഓക്കെ, നമുക്ക് നമ്മുടെ ടെർമിനൽ അഥവാ CMD കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ കിട്ടിയതിന് ശേഷം പിപ്പ് എന്ന് പറഞ്ഞ ഒരു കമാൻഡ് ഉണ്ട്. പിപ്പ് അമർത്ത് എൻ്റർ ചെയ്യുക. ഓക്കെ, പിപ്പായുണ്ട്. അത് കഴിഞ്ഞ വെച്ചാൽ നമുക്ക് പിപ്പ് ഇൻസ്റ്റാൾ MySQL കണക്ടർ ഡോട്ട് കണക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, MySQL ഡോട്ട് കണക്ടർ ഓക്കെ ആവുന്നുണ്ട്. പൈത്തൻ്റെ ഇൻസ്റ്റാളേഷൻ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളതെന്തായാലും മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. അതേപോലെ MySQLും ഒന്ന് ക്ലിയർ ചെയ്യാം. ശേഷം നമുക്ക് പിപ്പ് ഇൻസ്റ്റാൾ MySQL ഡോട്ട് വേണ്ട ക്ലയൻറ്റ് എൻ്റർ ചെയ്യാം. ഓക്കെ, MySQL ക്ലയൻ്റാണ് നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, സക്സസ്ഫുള്ളി. ഓക്കെ, ക്ലോസ് ചെയ്യാം നമുക്ക്. ശേഷം നമുക്ക് നമ്മുടെ വിൻഡോസ് കീ അമർത്തിയതിന് ശേഷം നമുക്ക് പൈത്തൺ എടുക്കാം. പൈത്തൺ ഐഡിയലി ഇതൊക്കെ നമ്മൾ ഇൻസ്റ്റാളേഷൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓപ്പൺ വന്നിട്ടുണ്ട്. ഇമ്പോർട്ട് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട് മൊഡ്യൂൾസ് ഇമ്പോർട്ട് ചെയ്യാനായിട്ട്. ശേഷം നമുക്ക് MySQL ഡോട്ട് കണക്ടർ എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. ഓക്കെ, എൻ്റർ ചെയ്യാം. സോ കണ്ട നമ്മൾ ആ കേഴ്സർ ബ്ലിങ്കായി നിൽക്കുന്നുണ്ട്, വേറെ ഒന്നും കാണിക്കുന്നില്ല എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയി, റിക്വയർമെൻറ്റ്സ് എല്ലാം ശരിയാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇതുപോലെ നമുക്ക് കുറച്ചും കൂടി നല്ല വീഡിയോകളൊക്കെ ചെയ്യാം. നിങ്ങൾ എന്തായാലും മസ്റ്റായി വാച്ച് ചെയ്യണം.